വിജയിച്ച ആളുകളെ ഫോളോ ചെയ്യുക എന്നാണ് വെസ്റ്റീജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെസ്റ്റീജ് കമ്പനി 2004 ജൂൺ 2 ഡൽഹിയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവിടെ കാണിക്കുന്നതാണ് വെസ്റ്റീജിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യ. ഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഹെഡ് ഓഫീസ് ആണിത്. 2004 ജൂൺ 2 കമ്പനി മാനേജ്മെന്റ് ഗൗതം പാലി സാറ്, ദീപക് സാർ ആൻഡ് കൺവർ സിംഗ് സാർ. അപ്പൊ ഈ ഒരു 3 മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ 2004 ജൂൺ 2 ആരംഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഇന്ന് 18 വർഷം പിന്നിട്ടിട്ടുണ്ട് വെസ്റ്റീജ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മുടെ കമ്പനി മാനേജ്മെന്റ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മിസ്റ്റർ ഗൗതം പാലി സാർ 21 വർഷം മനുഷ്യ ശരീരങ്ങളെ കുറിച്ചുള്ള പഠനവും ഗവേഷണവും പൂർത്തിയാക്കിയ ഒരു സയന്റിസ്റ്റ് ആണ്. അതുപോലെ തന്നെ 21 വർഷത്തെ നെറ്റ്വർക്കിൽ ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ വേൾഡ് ഡയറക്ടേഴ്സ് സെല്ലിംഗ് കമ്പനികളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പ്രഥമ സ്ഥാനം ഏഷ്യൻ അവാർഡ് അമേരിക്കയിൽ നിന്ന് വരെ കരസ്ഥമാക്കിയ മാനേജിംഗ് ഡയറക്ടറാണ് മിസ്റ്റർ ഗൗതം പാലി സാർ. ലോകത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റിക്കുള്ള അംഗീകാരം നേടിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് മിസ്റ്റർ ഗൗതം പാലി സാർ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ, ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ഇതാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ പറയാനുള്ളത് വെസ്റ്റീജ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയുമ്പോൾ, വെസ്റ്റീജ് കമ്പനി എന്ന് പറയുന്നത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിച്ചുകൊണ്ട് കമ്പനി നേരിട്ട് ഒരു ഉൽപ്പന്നം ഒരു ഉപഭോക്താവിന്റെ കയ്യിലെത്തിക്കുന്ന സിസ്റ്റം, അതാണ് വെസ്റ്റീജ്. അപ്പൊ ഇവിടെ നമ്മൾ ഉൽപ്പന്നം വാങ്ങിക്കുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗിലൂടെയാണ്, അതായത് പരമ്പരാഗത കച്ചവടത്തിലൂടെയാണ് നമ്മൾ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 40% കമ്പനി എടുക്കുന്നു, 60% ഇടനിലക്കാരും പരസ്യക്കാരും കൊണ്ടുപോകുന്നു. വെസ്റ്റീജ് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ 40% അവിടെ കമ്പനി എടുക്കുന്നു, 60% വെസ്റ്റീജ് കമ്പനി 10 തരം ബോണസ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും നൽകുന്നു എന്നർത്ഥം. അതായത് നമ്മൾ നിൽക്കുന്ന ഓരോ ലെവലിനനുസരിച്ച് നമ്മൾ ചെയ്ത ബിസിനസ് എന്താണോ എന്ന് നോക്കിയിട്ട് ഈ 60% 10 തരം ബോണസ് ആയിട്ട് നമുക്ക് നൽകുന്നു എന്നർത്ഥം. അങ്ങനെയാണ് വെസ്റ്റീജ് കമ്പനി നമുക്ക് വരുമാനം തരുന്നത്. വെസ്റ്റീജ് കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ടോപ്പ് 100 ഡയറക്ട് സെല്ലിംഗ് കമ്പനി തെരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യയിൽ നിന്നും വന്നിട്ടുള്ള ഒരു നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. അതുപോലെ തന്നെ ഇന്ന് ഗ്ലോബൽ സ്ഥാനത്ത് വേൾഡിലെ ടോപ്പ് 38 സ്ഥാനത്ത് കിടക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് വെസ്റ്റീജ് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നതാണ് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുന്നത്. 2004 ജൂൺ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓരോ മാസവും കമ്പനിയുടെ ഒരു ഗ്രോത്ത്, ഓരോ വർഷവും കമ്പനിയുടെ ഒരു ഗ്രോത്ത്, ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. 3000 കോടിയുടെ ടേൺ ഓവർ ഒക്കെയാണ് ഇപ്പോൾ വെസ്റ്റീജ് കമ്പനി നേടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വെസ്റ്റീജ് കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഏറ്റവും നല്ല ഗ്രേറ്റ് വർക്കിംഗ് പ്ലേസിന് ഒരു അംഗീകാരം വെസ്റ്റീജിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഇനി ഇതിലെ ഉൽപ്പന്നങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. വെസ്റ്റീജ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതയാണ് സെല്ലുലാർ നറിഷ്മെന്റ് ടെക്നോളജി വിഭാഗത്തിലാണ് നമ്മുടെ വെസ്റ്റീജിന്റെ ഓരോ ഉൽപ്പന്നങ്ങളും പുറത്തിറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് കോശങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യ ശരീരം, കോശങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉള്ള ഉൽപ്പന്നം നമുക്കിവിടെ കിട്ടില്ല എന്നർത്ഥം. അപ്പൊ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ് വെസ്റ്റീജ് കമ്പനി നമുക്ക് നൽകുന്നത്. വെസ്റ്റീജിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇന്ത്യയിലും റഷ്യയിലും സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബുള്ള ഒരു കമ്പനിയും കൂടിയാണ് വെസ്റ്റീജ് എന്നുള്ളതാണ്. വർഷങ്ങളുടെ ഗവേഷണ ഫലമായിട്ട് സർവേ കഴിഞ്ഞിട്ടാണ് ഓരോ ഉൽപ്പന്നങ്ങളും നമ്മുടെ അടുത്ത് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളാണ് നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാമിക് ഹലാൽ സർട്ടിഫിക്കറ്റോട് കൂടിയ ഉൽപ്പന്നങ്ങൾ, കാരണം ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് രാജ്യങ്ങളിൽ വെസ്റ്റീജ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇസ്ലാമിക് ഹലാൽ സർട്ടിഫിക്കറ്റോട് കൂടിയ ഉൽപ്പന്നങ്ങളാണ് നമുക്കിതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ GMP സർട്ടിഫിക്കറ്റ്, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നിർമ്മാണത്തിനുള്ള ഒരു അംഗീകാരം വെസ്റ്റീജിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ WHO അംഗീകാരത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സ് എല്ലാം വരുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ള ഏഷ്യയിലെ തന്നെ നല്ല മികച്ച ന്യൂട്രീഷൻസ് ഫുഡ് സപ്ലിമെന്റ്സ് കൊടുക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് വെസ്റ്റീജ് എന്നർത്ഥം. അതുപോലെ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ISO അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റീജിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഫുഡ് സപ്ലിമെന്റ്സ്. വെസ്റ്റീജ് കമ്പനി ഫുഡ് സപ്ലിമെന്റ്സ് രൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസിനെ അഡീഷണൽ ആയിട്ട് ഫുഡ് സപ്ലിമെന്റ്സ് രൂപത്തിൽ നമുക്ക് ശരീരത്തിലേക്ക് എത്തിക്കാൻ, അതായത് പോഷകങ്ങളിലേക്ക് പോഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രീഷൻസ് ഫുഡ് സപ്ലിമെന്റ്സ് രൂപത്തിൽ നമുക്ക് വെസ്റ്റീജ് കമ്പനി നൽകുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അതിൽ ഒരുപാട് പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് നൽകുന്ന കൊളസ്ട്രം, നോനി, അലോവേര, അംല, അതുപോലെ തന്നെ സ്പിരുലീന, ഇങ്ങനെയുള്ള ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിനുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് നോർമൽ ആകാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഇന്ന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ന്യൂട്രീഷൻസ് നമ്മൾ സപ്ലിമെന്റ്സ് രൂപത്തിൽ ശരീരത്തിലേക്ക് കൊടുക്കുന്നു എന്നർത്ഥം. അതായത് നമ്മൾ കോശങ്ങളിലേക്ക് പോഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ മരുന്ന് എന്ന് പറയുമ്പോൾ അതിന് ഫാർമസ്യൂട്ടിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ന്യൂട്രീഷൻസ് ഫുഡ് സപ്ലിമെന്റ്സ് ആണ്. ഇതിന് ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് ന്യൂട്രീഷൻസ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫ്ലാക്സ് ഓയിൽ, അതുപോലെ എലാർജിനൈന്, ക്യൂട്ടന്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് വെസ്റ്റീജിലൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ ശരീരത്തിലെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാന് നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് വെസ്റ്റീജ് കമ്പനി നൽകുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഇതിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് നൽകുന്ന നമ്മുടെ പ്രോട്ടീൻ പൗഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വെസ്ലിം ഷേക്ക്, വെസ്ലിം ക്യാപ്സൂള്, വെസ്ലിം ടീ എന്ന് പറയുന്ന പ്രൊഡക്റ്റും നമുക്ക് ഇതിലൂടെ വരുന്നുണ്ട്. അതുപോലെ നമ്മളെ പ്രോട്ടീൻ പൗഡർ ഒക്കെ എല്ലാ ആളുകൾക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്രോട്ടീൻ പൗഡർ ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. സോയാ പ്രോട്ടീൻ ആണ്, കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ ജോയിന്റ്സ് പെയിൻ ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലൂക്കോസമിന്, കാൽഷ്യം, കൊളാജൻ, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മുട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മുട്ടുവേദന, ഊരവേദന, സന്ധിവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ജോയിന്റ്സിന് ഒന്നുകൂടി ബലം നൽകുന്നതിനും ദൃഢത നൽകുന്നതിനും നമ്മുടെ കൊളാജൻ, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ശരീരത്തിന്റെ ഓരോ ജോയിന്റ്സിന്റെ ഇടയിലൂടെയുള്ള നമ്മുടെ സൈനോവൽ ഫ്ലൂയിഡ് രൂപീകരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള നമ്മുടെ കൊളാജൻ, അതുപോലെ നമ്മുടെ കാൽഷ്യം, ഗ്ലൂക്കോസമിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ജോയിന്റ്സ് പെയിൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ഒരു ഉത്തമ പരിഹാരം കൂടിയാണ് നമ്മുടെ ബെസ്റ്റ് ന്യൂട്രീഷൻസ് ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസമിന്, കാൽഷ്യം, കൊളാജൻ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വുമൺസ് ഹെൽത്തിനെ സംരക്ഷിക്കാൻ, വുമൺസ് ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ട് നമ്മളെ അയൺ ക്യാപ്സൂള്, അതുപോലെ തന്നെ ശതാവരി, അതുപോലെ നമ്മുടെ ക്രാൻബെറി, ഇതൊക്കെ വുമൺസിന് സ്പെഷ്യൽ ആയിട്ട് വരുന്ന പ്രൊഡക്റ്റും കൂടിയാണ്. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്നുണ്ട്. പീരിയഡ് സമയം കറക്റ്റ് അല്ലാത്ത പ്രശ്നങ്ങൾ, മറ്റു പല സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ HBയുടെ കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വുമൺ ഹെൽത്ത് ഐറ്റംസിൽ വരുന്ന ഒത്തിരി പ്രോഡക്റ്റ് നമുക്ക് വെസ്റ്റീജിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടോക്സിൻസിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെസ്റ്റിലൂടെ വരുന്നുണ്ട്. ഫുഡ് പാച്ച് വരുന്നുണ്ട്, കാലിൽ ഒട്ടിക്കുന്നത്, അതുപോലെ ഫൈബർ, ഡാക്ടറി ഫൈബർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് വരുന്നുണ്ട്. വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും നാരുകൾ അടങ്ങിയ ഒരു പൗഡർ ആണത്. അപ്പൊ ടോക്സിൻസിനെയൊക്കെ പുറന്തള്ളിയിട്ട് വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നോർമൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഡാക്ടറി ഫൈബർ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ കുർക്കുമിൻ, മഞ്ഞളിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ള കുർക്കുമിൻ വരുന്നുണ്ട് ടോക്സിൻസിനെയൊക്കെ പുറന്തള്ളാനും അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ട്, രോഗാണുക്കളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കുർക്കുമിൻ ക്യാപ്സൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൽ ഗ്യാനോഡർമ എന്ന് പറയുന്ന മലേഷ്യൻ കൂനിൽ നിന്നും തയ്യാറാക്കിയ ഗ്യാനോഡർമ നമുക്ക് അതിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഐ സപ്പോർട്ട്, കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് ഫുഡ് സപ്ലിമെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും മരുന്നല്ല, നമ്മൾ വന്ന പ്രശ്നങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്തിനെ സംരക്ഷിക്കാനുള്ള മികച്ച ന്യൂട്രീഷൻസ് ഫുഡാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചറിയണം. ഒന്നും മരുന്നായിട്ടല്ല ഇവിടെ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഹെൽത്ത് ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ വരുന്നുണ്ട്, ഒലീവ് ഓയിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വെസ്റ്റീജിലൂടെ ഓയിൽ, അതുപോലെ വെളിച്ചെണ്ണ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. നമ്മളെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു എണ്ണയാണ് റൈസ് ബ്രാൻ ഓയിൽ. ഇതാണ് നമുക്ക് ഇതിലൂടെ പ്രധാനമായിട്ട് വരുന്നത്. തവിടെണ്ണയാണ്, മട്ടരിയുടെ പുറമ്പാളിൽ നിന്നൊക്കെ തയ്യാറാക്കിയിട്ടുള്ള, തവിടിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ളതാണ് തവിടെണ്ണ. അതുപോലെ തന്നെ നമുക്ക് കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒലീവ് ഓയിൽ നമുക്ക് വെസ്റ്റീജിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു തവിടെണ്ണയ്ക്ക് തലയിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ശരീരത്തിൽ തേച്ച് കുളിക്കാനും, ചെറിയ കുട്ടികളൊക്കെ തേച്ച് കുളിപ്പിക്കാനും, അതുപോലെ തന്നെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു റൈസ് ബ്രാൻ ഓയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ്. മറ്റു ഓയിലും മറ്റുള്ള RPG, ഡാൽഡ, ഇതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കിയിട്ട് വെസ്റ്റീജിന്റെ റൈസ് ബ്രാൻ ഓയിലിൽ തന്നെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിലുള്ള 90% പ്രശ്നങ്ങളും വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് അതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധാരാളം മൾട്ടി വൈറ്റമിൻ ഉള്ളത് കൊണ്ട് തന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പുണ്ണ്, അൾസർ, അസിഡിറ്റി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ omega-3, omega-6 ഒക്കെ അതിൽ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയെടുക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഓയിലും കൂടിയാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ. ഭൂമിയിലെ ഏറ്റവും നല്ലൊരു മികച്ച കുക്കിംഗ് ഓയിൽ എന്നറിയപ്പെടുന്ന ഒന്നും കൂടിയാണ് റൈസ് ബ്രാൻ ഓയിൽ. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാനും കൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ വെസ്റ്റിലൂടെ വരുന്നുണ്ട്. കുട്ടികളുടെ ബുദ്ധിവികാസം, പ്രതിരോധശേഷി, എനർജി, അതുപോലെ കുട്ടികൾക്കുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് നൽകുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ. അപ്പൊ 4 വയസ്സ് മുതൽ 15 വയസ്സ് വരെ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ അതിലൂടെ വരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഫ്രഷ് അപ്പ് ഡ്രിങ്ക് വരുന്നുണ്ട്. നമ്മൾ മറ്റുള്ള പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന
പൗഡർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്തൊക്കെ കുടിക്കുമ്പോൾ അതിൽ വരുന്ന കളറുകളൊക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ അതൊന്നും അല്ല, വെസ്റ്റീജിലൂടെ ഒറിജിനൽ ഓറഞ്ചിന്റെ എക്സ്ട്രാക്ട് ഒക്കെയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ് നമ്മുടെ ഫ്രഷ് അപ്പ് ഡ്രിങ്ക്. അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്നെടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. അതോടൊപ്പം ഇതിൽ നമുക്ക് ഹൈ ന്യൂട്രീഷൻ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ച് കഴിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ പാലിലൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ഹൈ ന്യൂട്രീഷൻസ് ഫുഡായിട്ട് നമുക്ക് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ നമുക്ക് കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മിഠായി ഒക്കെ വരുന്നുണ്ട്, എൻആർവിയിലൊക്കെ പെട്ടിട്ടുള്ള. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ചായ വരുന്നുണ്ട്. അതുപോലെ ഗ്യാനോ കോഫി നമുക്ക് ഇതിലൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചായയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത മേലത്തെ കുഞ്ഞു ലീഫിന് മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ് നമ്മുടെ വെസ്റ്റീജിന്റെ ചായ. മരുന്നൊന്നും അടിക്കാതെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ചായ. അപ്പൊ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ചായയാണ് നമ്മുടെ വെസ്റ്റീജിന്റെ ചായ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ആന്റി ഓക്സിഡന്റ് ധർമ്മം അടങ്ങിയിട്ടുള്ള ഒരു ചായയാണ് എന്നുള്ളതാണ്. അപ്പൊ ഓൾറെഡി എല്ലാ ചായയും ആന്റി ഓക്സിഡന്റ് ധർമ്മം അടങ്ങിയിട്ടുള്ള ചായയാണ്. പക്ഷെ മരുന്ന് ചേർക്കുമ്പോഴും അതുപോലെ മറ്റുള്ള മായം ചേർത്തൊക്കെ വരുമ്പോഴാണ് ഈ ആന്റി ഓക്സിഡന്റ് ധർമ്മം നഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ, ഇന്ത്യയിലും റഷ്യയിലും സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബുള്ള കമ്പനിയാണ് വെസ്റ്റീജ് എന്നുള്ളതും GMP സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഉൽപ്പന്നമാണ് വെസ്റ്റീജ് കമ്പനി നൽകുന്നത് എന്നുള്ളതും. ഏറ്റവും നല്ല ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസിനുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്ന കമ്പനിയും കൂടിയാണ് വെസ്റ്റീജ്. അപ്പൊ ഏറ്റവും നല്ലൊരു ചായയാണ് നമ്മുടെ ചായ. വയറ്റിലുള്ള പുണ്ണ്, ഗ്യാസ്, അൾസർ, അസിഡിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ 100% ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ വെസ്റ്റീജിന്റെ ചായക്ക് എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും, പാത്രത്തിൽ ഒരു കറ, ഗ്ലാസ്സിൽ കറ, കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ വെസ്റ്റീജിലൂടെ വരുന്നതാണ് ഓറൽ കെയർ ഐറ്റംസ്. അപ്പൊ നമ്മുടെ പേസ്റ്റ് വരുന്നുണ്ട്. സാധാരണ പേസ്റ്റ് എല്ലാ ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സാധാരണ പേസ്റ്റ് വരുന്നുണ്ട്. അതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് അഷ്യൂറിന്റെ പേസ്റ്റ് ആണ്. അപ്പൊ അതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ കൈക്കണ വേപ്പാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അതുപോലെ തന്നെ കാൽഷ്യം ആണ്. അതുപോലെ തന്നെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഗ്രാമ്പു ആണ് മറ്റൊരു ഇൻഗ്രീഡിയൻസ്. അപ്പൊ വായ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, വായിലുള്ള പുണ്ണ്, അതുപോലെ മൗത്ത് അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബ്ലഡ് വരിക, മോണയിൽ നിന്ന് ബ്ലഡ് വരുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ മോണപ്പഴുപ്പ്, അതുപോലെ പിന്നെ വായയെ സംബന്ധിച്ച് എപ്പോഴും പല്ല് വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു അഷ്യൂറിന്റെ പേസ്റ്റ് വരുന്നത് എന്നുള്ളതാണ്. അത് ഏത് ചെറിയ കുട്ടികൾക്കും മുതൽ നമുക്ക് ഉപയോഗിക്കാൻ കൊടുക്കാവുന്നതാണ് നമ്മുടെ വെസ്റ്റീജിന്റെ പേസ്റ്റ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വായ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം അതിൽ വരുന്ന മറ്റൊരു പേസ്റ്റ് ആണ് നമ്മുടെ ഗ്യാനോ ടൂത്ത് പേസ്റ്റ്. പല്ലുവേദനയ്ക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ പല്ലുവേദനയ്ക്ക് കറക്റ്റ് ആയിട്ട് എപ്പോഴും പല്ലുവേദന ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു പേസ്റ്റ് ആണ് നമ്മുടെ ഗ്യാനോ ടൂത്ത് പേസ്റ്റ്. അതും നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ നമ്മുടെ ഒരു ബ്രഷ് അതിൽ സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. എൻഡിലേക്ക് പോയിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പല്ലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ മൗത്ത് വാഷ് വരുന്നുണ്ട്. മൗത്ത് വാഷ് നമുക്ക് വായയെ സംബന്ധിച്ച് വായനാറ്റം, അതുപോലെ തന്നെ വായിൽ മുറിവുകൾ, അതുപോലെ തന്നെ വായില് നല്ല പോലെ പല്ലുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊപ്പിളിച്ച് തുപ്പിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും നല്ലൊരു ഓറൽ കെയർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മൗത്ത് വാഷ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ പേഴ്സണൽ കെയർ ഐറ്റംസ് വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് കോസ്റ്റ്യൂം ഐറ്റംസ് വരുന്നുണ്ട്, സോപ്പ് ഐറ്റംസ് വരുന്നുണ്ട്. നമ്മുടെ സോപ്പൊക്കെ നീം സോപ്പൊക്കെ നമുക്ക് ഇതിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ, തുളസി, പുതിനയൊക്കെ ആയിട്ടുള്ള സോപ്പ് ഐറ്റംസ് ഒക്കെ നമുക്ക് വെസ്റ്റീജിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റു 2-3 സോപ്പൊക്കെ മാസത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ വെസ്റ്റീജിന്റെ സോപ്പ് ആണെങ്കിൽ നീം സോപ്പ് ഒരെണ്ണം നമുക്ക് മാസത്തിൽ ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. 3 4 ഒക്കെ മറ്റ് സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം അത്രയും ഈട് നിൽക്കും. പിന്നെ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൈക്കണ വേപ്പാണ് അതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അലർജി, ചൊറിച്ചിൽ, ത്വക്ക് രോഗങ്ങളൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പുതിനയാണ് അതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് നൽകാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുളസിയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ചെളിയൊക്കെ ഇളക്കി കളയാൻ സഹായിക്കുന്നുണ്ട്. ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. TFM 76%. അതുപോലെ ഗ്രേഡ് നമ്പർ 1 ആണ് നമ്മൾ ആ ഒരു സോപ്പിന്റെ പ്രത്യേകത. അപ്പൊ മറ്റു സോപ്പൊക്കെ യൂസ് ചെയ്യുന്നത് പോലുള്ള ഒരു ബുദ്ധിമുട്ട് അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് അലിഞ്ഞു പോകുകയും പെട്ടെന്ന് സോപ്പ് മുറിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കുളിമുറിയിലൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് സോപ്പിന്റെ കഷ്ണങ്ങൾ ചാടുന്ന ഒരു അവസ്ഥ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു ബ്ലേഡിന്റെ കനായ പോലും അതിന്റെ സ്ട്രക്ചർ ഒന്നും മാറാതെ, അല്ല വൃത്തിയിൽ ആ ഒരു ബ്ലേഡിന്റെ കനായ പോലും ആ ഒരു വൃത്തിയിൽ ആ സോപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെയുള്ള ഐറ്റംസ്, ഒത്തിരി ഐറ്റംസ് വരുന്ന സോപ്പ് വരുന്നുണ്ട്. ജെൻസിന്റെ ഐറ്റംസ് സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജെം പ്രൊട്ടക്ഷൻ സോപ്പ് നമുക്ക് വരുന്നുണ്ട്. ക്രീമി ക്ലെൻസിംഗ് ബാർ എന്ന് പറഞ്ഞിട്ട് സോപ്പ് വരുന്നുണ്ട്. അതുപോലെ കോംപ്ലക്ഷൻ ബാർ എന്ന് പറഞ്ഞിട്ട് സോപ്പ് വരുന്നുണ്ട് നമ്മുടെ പേഴ്സണൽ കെയർ ഐറ്റംസിൽ. അതുപോലെ തന്നെ പേഴ്സണൽ കെയർ ഐറ്റംസിൽ നമുക്ക് സ്പ്രേ ഐറ്റംസ് വരുന്നുണ്ട്. ബോഡി സ്പ്രേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ബോഡി ടാൾക്ക് വരുന്നുണ്ട്. അതുപോലെ ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ വരുന്നുണ്ട്. അതുപോലെ മോയിസ്ചറൈസർ, ശരീരത്തെ മോയിസ്ചറൈസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണൽ കെയർ ഐറ്റംസിൽ നമുക്ക് ഹെയർ കെയർ ഐറ്റംസ് വരുന്നുണ്ട്.
അതായത് തലമുടിയെ സംബന്ധിച്ച് എന്ത് പ്രശ്നമാണോ അതിനൊക്കെ പരിഹരിക്കാനുള്ള അടിപൊളി പ്രൊഡക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. തലമുടിയിലുള്ള നല്ല താരനൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ ഐറ്റംസിൽ വരുന്ന നമ്മുടെ ഷാമ്പു വരുന്നുണ്ട്. അതുപോലെ ഇടതൂർന്നൊക്കെ തലമുടിയൊക്കെ തിക്കായിട്ടൊക്കെ വളർന്നു വരാനും വളരെ സോഫ്റ്റ് ആയിട്ട് വരാനും വളരെ സിൽക്കി ആയിട്ട് ഇടതൂർന്ന മുടിയൊക്കെ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ ഓയിൽ ഒക്കെ നമുക്ക് ഇതിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പേഴ്സണൽ കെയർ ഐറ്റംസിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വരുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫുഡ് ക്രീം. കാൽ വെളിച്ച, അതുപോലെ മുറിവ് പൊട്ടല് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം കെയർ ഐറ്റംസ് നമുക്ക് വെസ്റ്റിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് മറ്റുള്ള ലോക്കൽ സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ പാത്രം കഴുകുന്നതൊക്കെ ഉപയോഗിക്കുമ്പോൾ കയ്യിന് പൊട്ടല്, അതുപോലെ തന്നെ കുഴിനകം വരുന്ന ഒരു പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കയ്യിൽ വ്രണങ്ങൾ, മുറിവുകൾ ഇതൊക്കെ വരാറുണ്ട്. വാഷിംഗ് പൗഡർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ളതാകുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല അടിപൊളി ഹോം കെയർ ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട്. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അൾട്രാമാറ്റിക് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. നമ്മളെ അൾട്രാമാറ്റിക് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വാഷ് ചെയ്യുന്ന വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് നോക്കിയാൽ നല്ല തണുപ്പായിരിക്കും. ആ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കുറച്ച് മതി എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ വാരിയിടുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് നുള്ളിയിട്ടാൽ മതി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരുപാട് ഡ്രസ്സ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഡ്രസ്സിലുള്ള ചളികൾ കറകളൊക്കെ നന്നായിട്ട് പോയി കിട്ടാൻ സഹായിക്കുന്നതാണ് നമ്മൾ അൾട്രാമാറ്റിക് നമുക്ക് വരുന്നത്. അതുപോലെ നമ്മുടെ അൾട്രാ വാഷ് വരുന്നുണ്ട്. നമ്മുടെ എന്താണ് നമ്മുടെ പിന്നെ നമുക്ക് വാഷ് ചെയ്യാൻ കല്ലിൽ യൂസ് ചെയ്യാം. അതുപോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴുകുന്നത് പോലെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ അൾട്രാ വാഷ്. നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ് വരുന്നുണ്ട്. പാത്രം കഴുകുന്നത് മറ്റുള്ള പുറത്തുനിന്നൊക്കെ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ആ വഴുവഴുപ്പൊന്നും കയ്യിൽ നിന്ന് പോയി കിട്ടില്ല. പാത്രത്തിൽ പോയി കിട്ടാത്ത ഒരു അവസ്ഥ വരും. ഇത് വളരെ പെട്ടെന്ന് തന്നെ ആ വഴുവഴുപ്പൊക്കെ നീക്കം ചെയ്യാനും നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ ഉപയോഗിക്കാനും പെട്ടെന്ന് തന്നെ പാത്രം വാഷ് ചെയ്യാനും അത് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് പറയണത്. അതുപോലെ തന്നെ നമ്മുടെ അൾട്രാ ഗോഡ് വരുന്നുണ്ട്. ടോയ്ലറ്റ് ക്ലീനർ ആണ്. 20 മിനിറ്റ് ഒക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയണമെങ്കിൽ വളരെ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഫ്ലോർ ക്ലീനർ വരുന്നുണ്ട്. ഫ്ലോർ ക്ലീനറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ല ടൈലിമൊക്കെ കറയൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റ് ടൈൽസ് ഒക്കെ അതുമൊക്കെ കറയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഒട്ടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ച് കളഞ്ഞാൽ മതി. അത്ര ടോയ്ലറ്റിന്റെ ഒക്കെ കറയൊക്കെ പോവാത്തതും അതുപോലെ വാഷ് ബേസിലൊക്കെ ഉള്ള കറകളൊക്കെ നീക്കം ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഫ്ലോർ ക്ലീനർ ആണ്. പക്ഷെ നമുക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം, അതുപോലെ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യാം. ഒരുപാട് കാര്യത്തിന് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ അൾട്രാ ഷീൽഡ് ഒക്കെ നമുക്ക് അതിലൂടെ വരുന്നുണ്ട്. അൾട്രാ ഷീൽഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ സോഫയിലൊക്കെ നമുക്ക് അടിക്കാവുന്നതാണ്. അതായത് രോഗാണുക്കളെ പൂർണ്ണമായിട്ട് പ്രിവെന്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അൾട്രാ ഷീൽഡ്. അങ്ങനെ ഒത്തിരി ഹോം കെയർ ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ വിശദീകരിച്ച് വീണ്ടും പഠിക്കണം എന്നുള്ളതാണ്. ടൈം കുറവായത് കൊണ്ടാണ്. നെക്സ്റ്റ് നമ്മുടെ അഗ്രി പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതായത് ചെടികൾക്ക് ഇടുന്ന പ്രൊഡക്റ്റുകളാണിത്. അപ്പൊ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ അന്തരീക്ഷം മലിനമാക്കാതെ അതുപോലെ തന്നെ ആ വളർന്നു വരുന്ന സസ്യങ്ങളൊക്കെ യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ അഗ്രി പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്യൂട്ടി ഐറ്റംസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്, ഐഷാഡോ, ഐലൈനർ, അതുപോലെ മസ്കാര, കാജൽ ഇതൊക്കെ നമുക്ക് ഇതിലൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബ്യൂട്ടി ഐറ്റംസ് ആയിട്ടും ഇതിലൂടെ വരുന്നുണ്ട്. പിന്നെ സ്കിൻ ഫോർമുല കാറ്റഗറിയിലൊക്കെ വരുന്ന ഒത്തിരി പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഇത് SF9 എന്നൊക്കെ പറയും. അപ്പോ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏത് പോവാത്ത ഫേസിലൊക്കെ ഉള്ള ഏത് കരിമംഗലം, കറുത്ത പാട്, കറുത്ത കുത്തുകളൊക്കെ കളയാൻ. അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഐറ്റംസ് നമുക്ക് ഒത്തിരി പ്രൊഡക്റ്റ് നമുക്ക് വരുന്നുണ്ട്. സമയക്കുറവാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിലൂടെ വരുന്ന ഏറ്റവും വലിയൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഷാർപ്പിന്റെ വാട്ടർ പ്യൂരിഫയർ. അപ്പോൾ ഷാർപ്പ് കമ്പനി വെസ്റ്റേജ് കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് വെസ്റ്റിലൂടെ കിട്ടുന്നതാണ് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ, അതായത് വെള്ളം ശുദ്ധീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ വാട്ടർ പിക്ചർ വരുന്നുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് ടേബിളിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇത് നേരിട്ട് ടാങ്കിൽ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പൊ ശുദ്ധമായ വെള്ളം, അതുപോലെ തന്നെ നെക്സ്റ്റ് ശുദ്ധമായ വായു വെസ്റ്റേജ് കമ്പനി നൽകുന്നുണ്ട്. അതായത് എയർ പ്യൂരിഫയർ ആണ്. അന്തരീക്ഷത്തിലുള്ള പൊടി മാലിന്യങ്ങളെ കംപ്ലീറ്റ് വലിച്ചെടുക്കുന്നതാണ് നമ്മുടെ എയർ പ്യൂരിഫയർ. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റും വെസ്റ്റേജിൽ വരുന്നുണ്ട്. വാട്ടർ പ്യൂരിഫയർ തന്നെ നമുക്ക് വാട്ടർ പ്യൂരിഫയർ വരുന്നുണ്ട്, വാട്ടർ പിക്ചർ വരുന്നുണ്ട്. ജഗ് ഒക്കെ ആയിട്ട് നമുക്ക് ടേബിളിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ശുദ്ധമായ ഭക്ഷണം, അതായത് നമ്മളെ ന്യൂട്രീഷൻസ്, ഫുഡ് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം വേസ്റ്റേജ് കമ്പനിയിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത്. എന്തായാലും ഈ ഒരു ഉൽപ്പന്നങ്ങൾ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. പല കാറ്റഗറി ആയിട്ട് ഒത്തിരി പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ട് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വെസ്റ്റേജ് കമ്പനിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു എന്ന് മാത്രമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും 60% മാറ്റിവെച്ചത് ഇവിടെ വെസ്റ്റേജ് കമ്പനി 10 തരം ബോണസ് ആയിട്ട് നമുക്ക് നൽകുന്നു എന്നർത്ഥം. അപ്പൊ നമ്മൾ നിൽക്കുന്ന ലെവൽ എന്താണോ എന്ന് നോക്കിയിട്ട് ആ 60% 10 തരം ബോണസ് ആയിട്ട് നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. അപ്പൊ അതിലുള്ള 10 തരം വരുമാനമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഇവിടെ ഒന്ന് വിശദീകരിക്കുക. അതിലുള്ള ഒന്നാമത്തെ വരുമാനമാണ് റീറ്റെയിൽ
റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10% മുതൽ 20% വരെ നമുക്ക് ഇവിടെ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നത്തിന് അതും ഒരു MRP ഉണ്ടാവും. MRP റേറ്റിനല്ല നമുക്ക് ഉൽപ്പന്നം കിട്ടുന്നത്, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിനാണ് നമുക്ക് ഉൽപ്പന്നം കിട്ടുന്നത്. അപ്പോൾ കമ്പനി റേറ്റിൽ നമുക്ക് ഉൽപ്പന്നം കിട്ടുന്നു എന്നർത്ഥം, അതല്ലാതെ MRPക്ക് അല്ല എന്നർത്ഥം. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത ഏതൊരു വ്യക്തിക്കും ID അടിച്ച് ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. നെക്സ്റ്റ് രണ്ടാമത്തെ വരുമാനമാണ് പെർഫോമൻസ് ബോണസ് എന്ന് പറയും. പെർഫോമൻസ് ബോണസ് എന്ന് പറയുമ്പോൾ നമ്മൾ 5% മുതൽ 11% വരെയുള്ള ആളുകൾക്കാണ് പെർഫോമൻസ് ബോണസ് അവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ലെവൽ എന്താണ് എന്ന് നോക്കിയിട്ട് അതിന് നമുക്ക് ഒരു പെർഫോമൻസ് ബോണസ് കിട്ടും. 5% നിൽക്കുന്ന വ്യക്തികൾക്ക് 60ന്റെ 5% പെർഫോമൻസ് ബോണസ് നേടിയെടുക്കാം. 8% എത്തിയ വ്യക്തികൾക്ക് 60ന്റെ 8% പെർഫോമൻസ് ബോണസും 10% എത്തിയ മെമ്പേഴ്സിന് 60ന്റെ 10% പെർഫോമൻസ് ബോണസും നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ 11% നിൽക്കുന്ന ഒരു വ്യക്തിക്ക് 60ന്റെ 11% പെർഫോമൻസ് ബോണസ് നേടിയെടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള സെൽഫ് പർച്ചേസ് എന്താണോ അത് നോക്കിയിട്ടും അതുപോലെ തന്നെ നമുക്ക് എത്ര ടീം മെമ്പേഴ്സ് ഉണ്ടോ അതിൽ നിന്നുള്ള ഒരു ഗ്യാപ് കമ്മീഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മളിവിടെ ബ്രോൺസ് ഡയറക്ടർ ആവുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന 2 ബോണസ് ആണ്. ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റ്, അത് നമുക്ക് ID അടിച്ച് ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ ആർക്കും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് പെർഫോമൻസ് ബോണസ്. ഇത് നമുക്ക് ബ്രോൺസ് ഡയറക്ടർ ആവുന്നതിന് മുന്നേ കിട്ടുന്ന ഒരു ബോണസ് ആണ് പെർഫോമൻസ് ബോണസ്. ഇത് ചെറിയൊരു തുകയായിരിക്കും. അടുത്ത വരുമാനമാണ് നമ്മളുടെ ഡയറക്ടർ ബോണസ് എന്ന് പറയുന്ന ബോണസ്. ഇത് ഓരോ ബ്രോൺസ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സിനും നേടിയെടുക്കാവുന്നതാണ് ഡയറക്ടർ ബോണസ്. ഡയറക്ടർ എന്നുള്ള ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഓരോ മെമ്പേഴ്സിനും കിട്ടുന്നതാണ് ഡയറക്ടർ ബോണസ്. അതുപോലെ തന്നെ ഇവിടെ ഓരോ ഡയറക്ടേഴ്സിനും ഒരു എക്സ്ട്രാ ഇൻകം കൂട്ടിയെടുക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. കമ്പനി പറയുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ കൊണ്ടുവന്നിട്ടുള്ള മെമ്പേഴ്സിന് ഇവിടെ ടീം ബിൽഡിംഗ് ബോണസും കൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന പോയിന്റ് 2001 പോയിന്റ് ആണ്. അതിന് പകരം ഒരു 2600 പോയിന്റോട് കൂടിയിട്ടാണ് ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള ലെവലിൽ ക്വാളിഫിക്കേഷൻ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡയറക്ടർ ബോണസും കൂടെ ടീം ബിൽഡിംഗ് ബോണസും കൂടെ അവിടെ നേടിയെടുക്കാവുന്നതാണ്. അടുത്തതാണ് വെസ്റ്റീജ് കമ്പനി നൽകുന്ന അടുത്ത ബോണസ് ആണ് സിൽവർ ഡയറക്ടർ ആയിട്ടുള്ള മെമ്പേഴ്സിന് ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് ബിസിനസ് ബിൽഡിംഗ് ബോണസ്. ബിസിനസ് ബിൽഡിംഗ് ബോണസ് എന്ന് പറയുമ്പോൾ സിൽവർ ഡയറക്ടേഴ്സ് ആൻഡ് എബോ ആയിട്ടുള്ള മെമ്പേഴ്സിന് കിട്ടുന്നതാണ് ബിസിനസ് ബിൽഡിംഗ് ബോണസ്. അതുപോലെ തന്നെ ടീം ബിൽഡിംഗ് ബോണസും സിൽവർ ഡയറക്ടേഴ്സിന് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഗോൾഡ് ഡയറക്ടർ എന്നുള്ള പദവിയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു 6 പേരിൽ 2 വ്യക്തികൾ സിൽവർ ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള പദവിയിൽ എത്തുമ്പോൾ നമ്മളുടെ പേരാണ് ഗോൾഡ് ഡയറക്ടർ. ആ ഒരു സമയത്തും നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ് നേടിയെടുക്കാവുന്നതാണ്. കാരണം കമ്പനി പറയുന്ന ഒരു എക്സ്ട്രാ പോയിന്റും കൂടെ അവിടെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ടീം ബിൽഡിംഗ് ബോണസ് നമുക്ക് അവിടെ നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള 2 മെമ്പേഴ്സിനെ വെസ്റ്റീജ് കമ്പനിയുടെ ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള പദവിയിൽ എത്തിച്ച് നമ്മുടെ കൂടെ കൊണ്ടുവന്ന 2 വ്യക്തികളെ ഒരു വരുമാനത്തിൽ എത്തിക്കുമ്പോഴാണ് നമ്മൾ വെസ്റ്റീജ് കമ്പനിയുടെ ഗോൾഡ് ഡയറക്ടർ എന്നുള്ള പദവിയിലേക്ക് എത്തുന്നതും. അതോടൊപ്പം നമ്മുടെ വെസ്റ്റീജ് കമ്പനി നൽകുന്ന ഒരു ബോണസ് നമുക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കും. ട്രാവൽ ഫണ്ട്, വിദേശ ടൂർ പാക്കേജിനുള്ള ഒരു അവസരം വെസ്റ്റീജ് കമ്പനി നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നർത്ഥം. അടുത്തതായിട്ടാണ് വെസ്റ്റീജ് കമ്പനി നൽകുന്ന ബോണസ് സ്റ്റാർ ഡയറക്ടർ എന്നുള്ള പദവി. സ്റ്റാർ ഡയറക്ടർ എന്നുള്ള പദവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെസ്റ്റീജ് കമ്പനിയുടെ കാർ ഫണ്ട് അച്ചീവർ എന്നുകൂടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള 3 മെമ്പേഴ്സിനെ ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള പദവിയിലേക്ക് എത്തിക്കുമ്പോഴാണ് വെസ്റ്റീജ് കമ്പനി നമുക്ക് കാർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് തരുന്നത്. അപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ വിജയിപ്പിക്കാൻ തന്നെ ശ്രമിക്കും എന്നുള്ളതാണ്. കാരണം വളരെ ഗെയിമായിട്ട് വളരെ രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സും കൂടിയാണ്. അപ്പൊ നമ്മുടെ വരുമാനം കൂട്ടിയെടുക്കാനും നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വരുമാനത്തിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് സ്റ്റാർ ഡയറക്ടർ എന്നുള്ള പദവിയിൽ എത്തുമ്പോൾ നമുക്ക് വെസ്റ്റീജ് കമ്പനി കാർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒന്നല്ല, തലമുറകൾക്ക് കാർ വാങ്ങാനുള്ള ഒരു അവസരം നമുക്ക് വെസ്റ്റീജ് കമ്പനി നൽകുന്നു എന്നർത്ഥം. അടുത്തതാണ് ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന സ്റ്റേജ്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള 6 പേരിൽ ഒരു 4 പേരെയും കൂടെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള പദവിയിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ പേരാണ് ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഡയമണ്ട് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന സ്റ്റേജ്. നമ്മുടെ ടീമിനൊക്കെ നല്ലപോലെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ഇൻകം കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന സ്റ്റേജ്. ഞാനൊക്കെ ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള 2,14,000 രൂപയ്ക്ക് വരുമാനം വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള 6 പേരെയും ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള പദവിയിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ പേരാണ് ക്രൗൺ ഡയറക്ടർ. ക്രൗൺ ഡയറക്ടർ എന്നുള്ള പദവിയിൽ എത്തുമ്പോഴാണ് വെസ്റ്റീജ് കമ്പനി നമുക്ക് ഹൗസ് ഫണ്ട് കൂടെ സ്റ്റാർട്ട് ചെയ്യുക എന്നർത്ഥം. അപ്പൊ ഇതിൽ നമുക്ക് പറയുന്നത് വെസ്റ്റീജ് കമ്പനിയുടെ ക്രൗൺ ഡയറക്ടർ എന്നുള്ള പദവിയിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 6 പേരെ കൊണ്ടുവന്നിട്ട് തന്നെ വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. സീരിയസ് ആയിട്ട് ബിസിനസ് മൈൻഡ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ സീരിയസ് ആയിട്ട് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു 6 പേരെ കണ്ടെത്താനാണ് നമ്മളോട് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഒരുപക്ഷെ നമുക്ക് അങ്ങനെയുള്ള ആളുകളൊന്നും വന്നിട്ടില്ല എങ്കിലും അതിൽ നിന്നും താഴെ തട്ടിലേക്ക് ടീം മെമ്പേഴ്സിനെ കെയർ ചെയ്ത് ബ്രോൺസ് ഡയറക്ടേഴ്സ് ആക്കിയാലും നമുക്ക് ഈ ലെവൽ അച്ചീവ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ്. വെസ്റ്റീജ് കമ്പനിയുടെ ക്രൗൺ ഡയറക്ടർ എന്നുള്ള പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വെസ്റ്റീജ് കമ്പനിയുടെ ഹൗസ് ഫണ്ട് നേടിയെടുക്കാവുന്നതാണ്.
അതുപോലെ തന്നെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നുള്ള പദവിയിൽ എത്തുമ്പോഴാണ് എലൈറ്റ് ക്ലബ്ബ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെസ്റ്റീജ് കമ്പനിയുടെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആണ് ഞാൻ. വെസ്റ്റീജ് കമ്പനിയുടെ 10ാമത്തെ വരുമാനം വെസ്റ്റീജ് കമ്പനി നൽകുന്നുണ്ട്. യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നുള്ള പദവിയിൽ എത്തുമ്പോഴാണ് വെസ്റ്റീജ് കമ്പനി എലൈറ്റ് ക്ലബ്ബും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2% നമുക്ക് എലൈറ്റ് ക്ലബ് ആണ്. വെസ്റ്റീജിന്റെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആണ് ഇന്ന് ഞാൻ. എലൈറ്റ് ക്ലബ്ബും കൂടെ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അതായത് വിദേശ ടൂർ പാക്കേജിലുള്ള ഒരു അവസരം നമുക്ക് വെസ്റ്റീജ് കമ്പനി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ട്രാവൽ ഫണ്ട് ടൂർ പാക്കേജുള്ള ഒരു അവസരം നമുക്ക് വെസ്റ്റീജ് കമ്പനി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം സാധാരണക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റീജ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒത്തിരി കാർ അച്ചീവേഴ്സ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഇവിടെ നിന്ന് കുറച്ച് കാർ അച്ചീവേഴ്സിന്റെ പിക്ചർ വിട്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കാർ അച്ചീവേഴ്സ് നമുക്ക് വെസ്റ്റീജിലുണ്ട് എന്നുള്ളതാണ്. കാരണം സ്വന്തമായിട്ട് തന്നെ കാർ ബുക്ക് ഒക്കെ ഒരു കമ്പനിയാണ് വെസ്റ്റീജ് കേട്ടോ. സ്വന്തമായിട്ട് കാർ ബുക്ക് ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ ഓരോ ദിവസവും കാർ അച്ചീവേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. അതുപോലെ തന്നെ ഹൗസ് ഫണ്ട്, വെസ്റ്റീജിന്റെ ഹൗസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ട വീട് നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ്. ഒന്നല്ല, തലമുറകൾക്ക് വീട് വാങ്ങിക്കാനുള്ള ഒരു അവസരം നമുക്ക് വെസ്റ്റീജ് കമ്പനി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ കിട്ടുന്ന നേട്ടങ്ങളാണ് കണ്ടോ, നമ്മുടെ ഡ്രീം, സക്സസ്, ഹാപ്പിനെസ്. ഇതൊന്ന് ദയവ് ചെയ്ത് എല്ലാ ലീഡേഴ്സും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു സാധാരണ ലൈഫിൽ നിന്നും ഒരു അസാധാരണ ലൈഫിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏറ്റവും നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നമ്മൾ 99% പ്രശ്നങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലായ്മ തന്നെയാണ്. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു സുവർണ്ണ അവസരമാണ് നമുക്ക് വെസ്റ്റീജ് കമ്പനി നൽകുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം നമുക്ക് നല്ലൊരു ടൈം ഫ്രീഡം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു പാസീവ് ഇൻകം ആണ്. ഇന്ന് നമ്മൾ വർക്ക് ചെയ്താലും നാളെ നമ്മൾ ഇല്ലാതായി കഴിയുമ്പോഴും വരുമാനം നമുക്ക് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ നമ്മളൊരു 3, 4, 5 വർഷമൊക്കെ നമ്മൾ ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നീടൊക്കെ നമുക്ക് ഒരു ടൈം ഫ്രീഡം തീർച്ചയായിട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ നല്ലൊരു ടൈം ഫ്രീഡം നമുക്ക് ഇതിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വീട് വെസ്റ്റീജ് കമ്പനി നൽകുന്നു. ഒന്നല്ല, തലമുറകൾക്ക് വീട് വാങ്ങിക്കാനുള്ള ഒരു അവസരം വെസ്റ്റീജ് കമ്പനി നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നെക്സ്റ്റ്, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കാർ, തലമുറകൾക്ക് കാർ വാങ്ങിക്കാനുള്ള ഒരു അവസരം വെസ്റ്റീജ് കമ്പനി നൽകുന്നു. അപ്പോൾ വീടിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും വീട് കിട്ടി എന്നുള്ളതിനെ കുറിച്ചല്ല, വെസ്റ്റീജിലൂടെ സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ കാർ, ഞാനൊരു കാർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ടീമിൽ 14ഓളം കാർ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ വെസ്റ്റീജിലൂടെ സ്വന്തമാക്കിയിട്ടുള്ള കാർ എർട്ടിക എന്ന് പറയുന്ന 10 ലക്ഷം രൂപയുടെ കാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ടീമിലൂടെ 14ഓളം കാർ അച്ചീവേഴ്സിനെ ഈ ഒരു 4 വർഷത്തിന്റെ ഉള്ളിലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒറ്റക്കല്ല, നമ്മളെ തലമുറകൾക്ക് കാർ വാങ്ങിക്കാനുള്ള ഒരു അവസരം കൂടെ വെസ്റ്റീജ് കമ്പനി നൽകുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കാറല്ല, ആ ഒരു കാറിന്റെ അടവൊക്കെ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും വെസ്റ്റീജ് കമ്പനി കാർ ഫണ്ട് ഇട്ട് തരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ നല്ലൊരു നെയിം ഓഫ് ഫെയിം ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഏറ്റവും നല്ലൊരു പേരും പ്രശസ്തിയും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റേത് ജോബിന് നമുക്ക് ഇത്രത്തോളം ഒരു അംഗീകാരം നമുക്ക് നെയിം ഓഫ് ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ജോബ് നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നല്ലൊരു നെയിം ഓഫ് ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് നല്ലൊരു അംഗീകാരം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് 8% മുതൽ തന്നെ നമുക്ക് അംഗീകാരങ്ങൾ, അതുപോലെ പല അവാർഡ് ഫംഗ്ഷൻ, വെസ്റ്റീജിന്റെ അവാർഡ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ ഓരോ ബ്രോൺസാനെ പോലെ ലീഡേഴ്സിനെയും കമ്പനി ആദരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഏറ്റവും നല്ലൊരു അംഗീകാരം, മനുഷ്യനെ അംഗീകരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് വെസ്റ്റീജ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് സെക്യൂർഡ് ഫ്യൂച്ചർ, ഭാവി സംരക്ഷണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നതാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ജോബിൽ എന്താണ് നമ്മുടെ ഭാവിയെ കുറിച്ച് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഭാവി സംരക്ഷണം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഞാനൊക്കെ ഇപ്പൊ ഒരു വർഷം 2 വർഷം മുന്നേക്ക് 1 ലക്ഷം രൂപ, കഴിഞ്ഞ വർഷത്തിൽ 2 ലക്ഷം രൂപ, പിന്നീട് വന്നപ്പോഴത്തേക്ക് 3.5 ലക്ഷം രൂപ വരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനൊക്കെ. അപ്പൊ ഓരോ വർഷവും നമ്മുടെ പണവർദ്ധനവൊക്കെ കൂട്ടിയെടുക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് സെക്യൂർഡ് ഫ്യൂച്ചർ, നമ്മുടെ ഭാവി സംരക്ഷണം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റേത് ജോബ് നമ്മൾ ചെയ്യുമ്പോഴും ആക്റ്റീവ് ഇൻകം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ആക്റ്റീവ് ഇൻകത്തിന്റെ പുറകെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, എന്നാണോ വർക്ക് ചെയ്യുന്നത് അന്ന് മാത്രം വരുമാനം കിട്ടുന്ന സിസ്റ്റമാണ്. പക്ഷെ ഒരു പാസീവ് ഇൻകത്തിന്റെ പുറകെ നമ്മളൊന്ന് ടൈം എടുത്തിട്ടാണെങ്കിലും ശരി, റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി, നമ്മളൊന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പാസീവ് ഇൻകത്തിന്റെ പുറകെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ, നമ്മളൊരു 2, 3, 4 വർഷം കഴിയുമ്പോഴത്തേക്കൊക്കെ നമ്മളെ ലൈഫ് ഒരുപാട് മാറിയിട്ടുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പൊ ഓരോ വർഷവും നമ്മുടെ പണവർദ്ധനവ് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, സെക്യൂർഡ് ഫ്യൂച്ചർ.
അതുപോലെ തന്നെ വേൾഡ് ടൂറിനുള്ള ഒരു അവസരം വെസ്റ്റീജ് കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. ഗോൾഡ് ഡയറക്ടർ എന്നുള്ള പദവിയിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിദേശ ടൂർ പാക്കേജുള്ള അവസരം നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്, ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാനും സാധിക്കുന്നു ഈ ഒരു ബിസിനസ്സിലൂടെ എന്നുള്ളതാണ്. കാരണം ഏറ്റവും നല്ല ആരോഗ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ ഏറ്റവും നല്ല സമ്പത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഹെൽപ്പിംഗ് അതേഴ്സ്, ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഒത്തിരി മെമ്പേഴ്സിന്റെ വീടുകളിലേക്ക് നമുക്ക് ഒരു വരുമാനം എത്തിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം ഒരുപാട് ആളുകളുടെ, നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ, നമ്മുടെ അപ്ലയൻസിന്റെ ഒക്കെ ഒരുപാട് സ്നേഹം, റെസ്പെക്ട്, അംഗീകാരം, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഇത്രയും നേട്ടങ്ങളാണ് നമുക്ക് വെസ്റ്റീജ് ബിസിനസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ലൈഫിൽ എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഒരുപാട് നേട്ടങ്ങൾ വെസ്റ്റീജ് ബിസിനസ്സിലൂടെ ഞാനൊക്കെ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും കൂടുതലായിട്ട് വെസ്റ്റീജിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ ആരാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് ക്ഷണിച്ചത് അവരുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു വിജയം ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ലീഡേഴ്സ്, താങ്ക് യു വെരി മച്ച്.